സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രമുഖ നേതാക്കളെ, സമുദായ സംഘടനാ നേതാക്കളെ ഒക്കെ തന്നെ കാണുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അങ്ങനെ വോട്ടുറപ്പിക്കുക എന്ന പല വഴിക്കുള്ള നീക്കങ്ങളാണ് നടന്നത്. സുരേഷ് ഗോപി NSS ആസ്ഥാനത്തേക്ക് പോയി. ഒപ്പം വെള്ളാപ്പള്ളിയെയും അദ്ദേഹം ഇന്ന് കണ്ടു. അവിടെ നടത്തിയത്, വെള്ളാപ്പള്ളിയുമായി നടന്നത് സൗഹൃദ സന്ദർശനം മാത്രമെന്ന് സുരേഷ് ഗോപി പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു. തനിക്ക് സീറ്റ് ലഭിച്ചത് എങ്ങനെയെന്ന് പ്രധാനമന്ത്രിയോടും അമിത്ഷായോടും ചോദിക്കുക, മറ്റ് ബാഹ്യശക്തികൾ ഒന്നും ഇല്ല. തൃശ്ശൂരിൽ താൻ 5 വർഷം അധ്വാനിച്ചതാണ്. തൃശ്ശൂരിൽ ആദ്യം മുതലേ തികഞ്ഞ പ്രതീക്ഷയുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. വാക്കുകൾ കേൾക്കാം. പ്രധാനമന്ത്രിയോട് ചോദിക്കുക, അമിത്ഷാജിയോട് ചോദിക്കുക, അവർ പറയും ആരുടെ നിശ്ചയമാണെന്ന്. എൻ്റെ നിശ്ചയമേ ഇല്ല. നിങ്ങളെല്ലാം കേൾക്കുകയല്ല ഞാൻ പറഞ്ഞു. ഞാൻ കണ്ണൂർ വരെ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ. തൃശ്ശൂരെന്ന് പറയുന്നത് ഞാൻ അധ്വാനിച്ചതാണ്. അവിടെ 5 വർഷം. പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് എന്നെ ഇപ്പോൾ കൊല്ലംകാർക്ക് അറിയുന്നതിനേക്കാൾ നന്നായിട്ട് അറിയാമെന്ന് പറയുന്ന അവസ്ഥയായിട്ടുണ്ട്.